എക്സ്പ്ലോർ കുക്ക് ആൻഡ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൊഞ്ചും മാങ്ങയുമാണ്. കുംഭമാസത്തിലെ ഭരണി നാളാണ് ചെട്ടികുളങ്ങരക്കാർ കുംഭഭരണിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം അന്നേ ദിവസം അവിടെയുള്ള എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് കൊഞ്ചും മാങ്ങ. ഇങ്ങനെ കൊഞ്ചും മാങ്ങ തയ്യാറാക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. അത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഒരു കുംഭഭരണി ദിവസം ഒരു വീട്ടിലെ അമ്മ ഇതേപോലെ കൊഞ്ചും മാങ്ങയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ അമ്മയുടെ വീടിന് സമീപത്തോടുകൂടി കുത്തിയോട്ട ഘോഷയാത്ര പോയി. അപ്പോൾ ആ അമ്മയ്ക്ക് കുത്തിയോട്ട ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നി. അടുപ്പിൽ കറി ഇരിക്കുന്നത് കാരണം അമ്മയ്ക്ക് അതിട്ട് പോകാനും മനസ്സ് വന്നില്ല. അവസാനം കറി കരിയരുതേ എന്ന് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അമ്മ അത് കാണാനായിട്ട് പോയി. എന്നാലും ഉദ്ദേശിച്ചതിലും അല്പം താമസിച്ചാണ് കുത്തിയോട്ട ഘോഷയാത്ര കണ്ടതിന് ശേഷം അമ്മ വീട്ടിലേക്ക് വന്നത്. വന്നു കഴിഞ്ഞിട്ട് അമ്മ പാത്രം തുറന്നു നോക്കിയപ്പോൾ കറി ഒട്ടും കരിയാതെ തന്നെ അത് പാകമായിരിക്കുന്നത് കണ്ടു. അങ്ങനെ ആ പരിസരത്തുള്ള എല്ലാവരും ഈ കഥ അറിഞ്ഞു. അന്ന് തൊട്ടാണ് പിന്നീടുള്ള എല്ലാ കുംഭഭരണി നാളുകളിലും ചെട്ടികുളങ്ങരയുള്ളവരുടെ ഒരു പ്രധാന വിഭവമായിട്ട് കൊഞ്ചും മാങ്ങയും മാറിയത്. ഇതാണ് ഇതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം. ഇതല്ലാതെ വേറെ ഏതെങ്കിലും കഥ നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഉണക്കക്കൊഞ്ച്, ഇതൊരു 1/4 കപ്പ് കൊഞ്ചോളമുണ്ട്. ഇത് ഞാനൊന്ന് നന്നായി കഴുകിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നതാണ്. പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞത്, ഇത് 1 മാങ്ങയുണ്ട്. തേങ്ങ ചിരകിയത് 1/2 മുറി. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചെറിയ ഉള്ളി 1, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ചൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന്. വാങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ആ തലയും അതേപോലെ കാലും ഒന്നും ഇല്ലായിരുന്നു, ക്ലീൻ ആയിട്ടാണ് കിട്ടിയത്. ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താണ്. ഇനി ഇതൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ജാറിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങയും അതേപോലെ ഉള്ളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. വെള്ളം ഒട്ടും ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതേപോലെ ഒരു മൺചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം മാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിരുന്ന കൊഞ്ച്, അതിനുശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഒരുപാട് വേണ്ട, കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നല്ല പുളിയുള്ള മാങ്ങ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് അടച്ചു കൊടുക്കാൻ പോവുക. കൊഞ്ചിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ച് കളയാം. ഒരു 2 മിനിറ്റ് അടുപ്പിൽ വെച്ചതിന് ശേഷം. ഈ മാങ്ങ നമ്മൾ തീരെ കനം കുറച്ചറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിലങ്ങ് വെന്തിതാകും.
ഇത്തിരി വലുതായിട്ട് അരിഞ്ഞെങ്കിൽ മാത്രമേ അതൊന്ന് കടിക്കാനൊക്കെ നമുക്കൊന്ന് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചുമാങ്ങ തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും തന്നെ ചോറിന് ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.